എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ ഉണ്ണി മുകുന്ദന്റെ ഏറ്റവും വലിയ ഹൈപ്പിലെത്തിയ മാർക്കോ തിയേറ്ററുകളിൽ റിലീസായിരിക്കുകയാണ്. ചിത്രത്തിന്റെ ആദ്യ ഷോ കഴിയുമ്പോൾ തന്നെ എക്സ്ട്രാ പോസിറ്റീവ് അഭിപ്രായങ്ങളാണ് തിയേറ്ററുകളിൽ നിന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നതോടുകൂടി തന്നെ ചിത്രത്തിന്റെ ടിക്കറ്റ് ബുക്കിംഗ് വൻപൻ കുതിപ്പാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതാ ബുക്ക് മൈ ഷോയിലൂടെ നോക്കുമ്പോൾ ഓരോ മണിക്കൂറിലും 12,820 ടിക്കറ്റുകളാണ് വിറ്റുപോകുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഷോ കണ്ടിറങ്ങിയ പ്രേക്ഷകർ മലയാളത്തിന്റെ KGF ലെവൽ പടമെന്നാണ് ചിത്രത്തെക്കുറിച്ച് കൂടുതലും വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകർക്ക് ബുക്ക് മൈ ഷോയിലെ കൊച്ചിയിലെ മാർക്കോ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു സ്ക്രീൻ റെക്കോർഡിൽ തന്നെ വ്യക്തമാണ്, ഫുള്ള് ഓറഞ്ച് മയമാണ്. കൊച്ചിയിൽ ഏകദേശം 87 ഷോകളാണ് ചിത്രം ഇനി കളിക്കാനുള്ളത്. അതിൽ 79 ഷോകളും ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്, അതായത് ഓറഞ്ച് അലേർട്ടാണ്. 8 ഷോ ഹൗസ്ഫുൾ സ്റ്റാറ്റസ് നേടിയിട്ടുണ്ട്. വെറും ഒരു ഷോ മാത്രമാണ് ഗ്രീനിൽ നിൽക്കുന്നത്. അത് ഞാറക്കലിലെ മജസ്റ്റിക് തിയേറ്ററിലെ 11:59 ഷോയാണ്, രാത്രി ഷോ. ആ ഒരു എക്സ്ട്രാ ഷോയും വരും മണിക്കൂറിൽ തന്നെ ഓറഞ്ച് അലർട്ട് ആവുമെന്ന് തന്നെയാണ് കരുതുന്നത്. മാർക്കോയുടെ ആദ്യ ദിവസത്തെ ഫൈനൽ പ്രീസെയിൽ കളക്ഷൻ അപ്ഡേറ്റ് വന്നപ്പോൾ 2,17,00,000 രൂപയാണ് കേരളത്തിൽ നിന്ന് മാത്രം ചിത്രം സ്വന്തമാക്കിയത്. ആഗോള കളക്ഷൻ 5 കോടിക്ക് മുകളിലും സ്വന്തമാക്കി. ഇപ്പോഴത്തെ ചിത്രത്തിന് പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നതോടുകൂടി തന്നെ ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ കേരള കളക്ഷൻ, ആഗോള കളക്ഷൻ വൻപൻ കളക്ഷനിലേക്ക് പോകുമെന്ന് ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. അതോടൊപ്പം ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ വന്നതോടുകൂടി തന്നെ ചിത്രത്തിന് എക്സ്ട്രാ ഷോകളും നൈറ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 100-ന് മുകളിലുള്ള എക്സ്ട്രാ ഷോകൾ ഇപ്പോൾ തന്നെ ആഡ് ചെയ്ത് കഴിഞ്ഞു. വരും മണിക്കൂറിലും കൂടുതൽ തിയേറ്ററുകളിൽ ചിത്രത്തിന്റെ എക്സ്ട്രാ ഷോ വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ കാണുന്ന നമ്മുടെ പ്രേക്ഷകരിൽ ആരൊക്കെയാണ് ആദ്യ ദിവസം തന്നെ മാർക്കോ എന്ന സിനിമ കണ്ടു കഴിഞ്ഞെന്ന് താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കൂടി രേഖപ്പെടുത്തുക. അതോടൊപ്പം ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഫേസ്ബുക്ക് പേജിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. അടുത്തൊരു സിനിമ അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.